നമസ്കാരം, നൗഷറാണേ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കരുനാപ്പള്ളി കോഴിക്കോടാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ള എന്തിനാ അറിയോ? നിങ്ങൾക്കൊരു അടിപൊളി റിസോർട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ. മുനമ്പത്ത് റിസോർട്ട്. മച്ചാമാരെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി ഓഫറോട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, എന്തായാലും നേരെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. ബാ, ഇതാ കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാനിത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. കാര്യം എന്താ അറിയോ? ഞാനിത് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ച് ഏതോ ഒരു പഴയ വീട് നിലനിർത്തിയിരിക്കുകയാണ്. പക്ഷേ അതൊന്നും അല്ല കേട്ടോ. ഇത് 1.5 വർഷത്തോളം നമ്മുടെ ആശാരിമാരും മേച്ചിരിമാരെല്ലാം ഇരുന്ന് ആ ഒരു പഴയ സെറ്റപ്പിൽ തന്നെ ചെയ്തെടുത്തിരിക്കുകയാണ്. കറക്റ്റ് ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് കേട്ടോ അതാണ് ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ടോട്ടലായിട്ട് കായലോരത്തോട് ചേർന്ന് തന്നെ 2 കോട്ടേഴ്സാണുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ എന്തായാലും ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ദാണ്ട് ഇവിടുത്തെ ഒരു കോട്ടേഴ്സ് കേട്ടോ. കോട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്ട് ഞാൻ അകത്തോട്ടൊക്കെ ഒന്ന് കയറി കാണിച്ചു തരാം. നമ്മുടെ പഴയ സെറ്റപ്പിലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കായൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ദാണ്ട് ഈ ഒരു കോട്ടേഴ്സിന് വരുന്നത്. എന്തായാലും നമുക്കിനി അകത്തോട്ടൊക്കെ ഒന്ന് കയറാം. നല്ല പൊളിയാണ് കേട്ടോ. ആണ്ട ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതേ കൂട്ട് തന്നെ താണ്ടെ ഒരു ബാത്റൂമും. അത് നമ്മുടെ ഒരു പുതിയൊരു സെറ്റപ്പിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് കേട്ടോ. താണ്ട കണ്ടില്ലേ? ആ ഒരു തട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. കണ്ടില്ലേ? നമ്മളൊരു പഴയ ഒരു വീട്ടിലേക്ക് കടന്ന് ഉറങ്ങുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. മജാമര കണ്ടല്ലോ, ഞാൻ താണ്ട് ഇപ്പോൾ ഈ ഒരു കോട്ടേഴ്സിൻ്റെ അകത്താണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു കായൽ ഫ്രണ്ടേജ് വരുന്ന ഒരു കോട്ടേഴ്സിനകത്ത്. കായൽ ഫ്രണ്ടേജ് പറഞ്ഞാൽ 2 കോട്ടേഴ്സിൻ്റെ കായൽ ഫ്രണ്ടേജാണ് വരുന്നത്. ഇതെനിക്ക് വന്ന് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതാണ് കേട്ടോ. തൊട്ടപ്പുറത്തൊരു കോട്ടേഴ്സ് ഉണ്ട്. അത് എനിക്ക് വന്ന് നല്ല മുകളിലോട്ടൊക്കെ നല്ല സെറ്റപ്പിൽ ചെയ്തിരിക്കുന്നതാണ്. കാര്യം അത് ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വ്യൂ തന്നെയാണ്. എത്ര രക്ഷയില്ലെന്ന് പറഞ്ഞാലും മതിയാവുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും രക്ഷയില്ലെന്ന് പറയുന്നത് കേട്ടോ. ഉറപ്പായിട്ടും നമ്മുടെ കരുനാപ്പള്ളിക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ ഒരു മുനമ്പത്ത് റിസോർട്ട് ഒന്ന് വരണം കേട്ടോ. കാര്യം ഇത്രയും നല്ലൊരു വ്യൂ എനിക്കൊന്ന് കരുനാപ്പള്ളിൽ വേറെ ഒരു സ്ഥലത്തും ഇല്ല എന്നുള്ളതാണ്. കാര്യം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ പണിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ 2ാമത്തെ കോട്ടേഴ്സിലേക്കാണ് കേട്ടോ. 2ാമത്തെ കോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്സ്റ്റെയറിലാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? നിങ്ങളൊന്ന് നോക്കിയേ. ഇതിൽ വലിയൊരു വ്യൂ ഒന്നും ഞാൻ ഇനി നിങ്ങളടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ലായിരിക്കും. കണ്ടില്ലേ? അത് കണ്ടോ? നാടെ ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു കോട്ടേഴ്സിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ. നാടെ ഉണ്ടല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് മനോഹാരിതയാണ് വേണ്ടത്? ആണ്ടെ ഇവിടെ ഒരു ചെറിയൊരു ചീനവരയും കാര്യങ്ങളൊക്കെ ആണ്ടെ ഈ കോട്ടേഴ്സിൻ്റെ താഴ്ഭാഗത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ? ആണ്ടെ നമ്മൾ ഇനി ആ ഒരു അപ്സ്റ്റെയറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലുള്ള കോട്ടേഴ്സിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ? എന്താ പറയേണ്ടത്? പറയാൻ വാക്കുകളില്ല. ഇതാണ് നമ്മുടെ മോളത്തെ കോട്ടേഴ്സ് കേട്ടോ. വേണ്ടേ? ഇതിനകത്തോട്ട് നമ്മൾ കയറിയാണ് കേട്ടോ. പഴയ കാലത്തെ ആ ഒരു സെറ്റപ്പൊക്കെ നിലനിർത്തി തന്നെ 2 കോട്ടേഴ്സും ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇങ്ങനെ കടന്നിട്ട് നമ്മൾ നേരെ നോക്കുന്നത് കായലിലോട്ടാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ നിന്നാണ്ട് നിങ്ങൾക്ക് കാണാം ഈ കോട്ടേഴ്സിനകത്തായിട്ടും ഒരു ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു ഫാമിലിക്ക് വന്നിട്ട് കഴിയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കോട്ടേഴ്സാണ് കേട്ടോ ഇത് കേട്ടോ. അതും നമ്മുടെ പഴയ ഒരു തറവാട് വീട്ടിലൊക്കെ കടന്നുറങ്ങുന്ന ഒരു ഫീലിൽ നമുക്ക് കടന്നുറങ്ങാനും പറ്റും. അതാണ്ട് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മുനമ്പത്ത് റിസോർട്ടിൻ്റെ നിസാമുക്കാണ്. നിസാമുക്ക ശരിക്കും പറഞ്ഞാൽ അതിശയിച്ചു കേട്ടോ. കാര്യം എന്താ പറയുക, നമ്മുടെ കരുനാപ്പള്ളി കോഴിക്കോട് ഇത്രയും നല്ലൊരു റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞതാണ് എന്നെ വിളിച്ചത്. പക്ഷേ രക്ഷയില്ല കേട്ടോ. എത്ര പറഞ്ഞാലും നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല. പിന്നെ ഇതിപ്പം എത്ര നാളായി ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ട്? ഒരു 1.5 വർഷത്തോളം ഇതിൻ്റെ പണിക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഒരു 4-5 മാസമായിട്ടുണ്ട്. 4-5 മാസമായിട്ടുണ്ടോ ഓപ്പൺ ആയിട്ടില്ലേ? അപ്പോൾ എനിക്കൊന്ന് നമ്മുടെ കരുനാപ്പള്ളി കുറച്ച് ആൾക്കാർക്ക് അറിയാം, പുറത്തോട്ടൊന്നും അങ്ങനെ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത് പുറത്തോട്ട് എത്തും. നമ്മുടെ എന്താണ് കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വരും. കാര്യം എന്താ അറിയോ? ഇത്രയും ട്രഡീഷണൽ സ്റ്റൈൽ എനിക്കൊന്ന് പല കോട്ടേഴ്സുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര നല്ല ട്രഡീഷണൽ സ്റ്റൈൽ, അതൊരു നമ്മുടെ ഒരു പഴയ ഒരു തറവാട് ഫീലിലൊക്കെ ഉള്ളൊരു ഇല്ലേ? അതാണ് കായലിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഒരുപാട് കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്ഥലം കണ്ടിട്ടില്ല. അപ്പോൾ അതാണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ മുനമ്പം ലേക്ക് വ്യൂവിൻ്റെ ഹാള് കേട്ടോ. ഒരു 250-300 ആൾക്കാർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ വെച്ച് നടത്താൻ പറ്റും കേട്ടോ. കാര്യം ഇത്രയും നല്ലൊരു വ്യൂവിൽ അത്രയും നല്ലൊരു ഫംഗ്ഷൻസൊക്കെ നടത്തി കഴിഞ്ഞാൽ അത്രയും അടിപൊളിയായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അതാണ്ട് നിങ്ങൾക്ക് ഒരു എന്താണ് വെഡ്ഡിങ് ഫംഗ്ഷൻസോ അല്ലെന്നുണ്ടെങ്കിലും നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻസോ ഒക്കെ നമ്മുടെ മുനമ്പം ലേക്ക് വ്യൂവിൽ വെച്ച് ഈ ഒരു ഹാളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടത്താൻ പറ്റും. കാര്യം അത് നല്ല മിതമായ നിരക്കിൽ തന്നെ അവർ ചെയ്തു തരും കേട്ടോ. കാര്യം അത്ര നല്ല ഒരു വ്യൂവിലൊക്കെ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ഫംഗ്ഷൻസൊക്കെ നടത്താൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഈ ആൽത്തറയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും, അമ്പലത്തിൻ്റെയൊക്കെ ആൽത്തറയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇതാണ്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ വിശ്രമിക്കാൻ പറ്റുന്നതാണ്ട് ഒരു തറയും കാര്യങ്ങളൊക്കെ ആണ്. ഇതാണ്ട് ഈ കാണുന്നൊരു മാവാണ് കേട്ടോ. മാവിന് ചുറ്റുപാട് കാണാണ്ട് ഇവിടെ ഒരു തറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ എത്ര നേരം റിലാക്സ് ചെയ്തിരിക്കുക അത്രയും നേരം. കാര്യം നമ്മുടെ മനസ്സൊക്കെ ശാന്തമാകാൻ ഇതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട.
അത്രയും നല്ല രീതിയിൽ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കണ്ടോ ഇത് കണ്ടില്ലേ. അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ മുനമ്പം റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ഓഫർ പറഞ്ഞുകൊണ്ടായിരുന്നു. ഓഫർ മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് ഇറങ്ങുന്ന 2 പേർക്ക് നമ്മുടെ മുനമ്പത്ത് റിസോർട്ടിൽ താമസിക്കാനുള്ള ഒരു സൗകര്യം. ഷെയർ ചെയ്താൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ കൂടി ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മുനമ്പം റിസോർട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി ലാല ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാട്ട് വന്നു കഴിഞ്ഞാൽ പോക്കാട് ജംഗ്ഷനിൽ ലെഫ്റ്റ് തിരിഞ്ഞ് ഒരു 700 മീറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മുനമ്പം റിസോർട്ടിൻ്റെ ലേക്ക് വ്യൂ എന്നുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞാണ്. കോൺടാക്ട് നമ്പർ കൂടി നമ്മൾ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാവുന്നതാണ് കേട്ടോ. നല്ല വീഡിയോ വീണ്ടും വരാം. സൈനിങ് ഓഫ്. നൗ സ്റ്റോക്സ്. ഗുഡ് ബൈ.